ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇവിടുത്തെ മണ്ണിൽ സ്വർണം വിളയുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ ദശകങ്ങളിലെല്ലാം തന്നെ ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യ വിജയം കൈവരിക്കുകയും നമുക്ക് ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കാനും സാധിച്ചു എന്ന് മാത്രമല്ല, ഇന്നുവരെ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ ഇവിടുത്തെ കർഷകർക്ക് കഴിഞ്ഞിട്ടുള്ളതായും നമുക്ക് കാണാം. എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പരമ്പരാഗത വിദ്യകൾ, പരമ്പരാഗത കൃഷിരീതികൾ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ കൃഷിയെക്കുറിച്ചുള്ള പരമ്പരാഗത അറിവുകൾ കാലത്തെ അതിജീവിക്കത്തക്കതാണെന്നും കൂടുതൽ ഉപയോഗപ്രദമാണെന്നും തെളിയിക്കപ്പെട്ടുള്ളതിനാൽ അവ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഒരു വിഭാഗം കർഷകരും ജനങ്ങളും അത്തരമൊരു ഉദ്യമത്തെ വിജയപഥത്തിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ പരമ്പരാഗത കൃഷിരീതി പുനഃസ്ഥാപിക്കപ്പെടുകയും മണ്ണിൽ മാറ്റത്തിൻ്റെ ഒരു ഇതിഹാസം എഴുതപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം മഹത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സർക്കാർ പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. നമസ്കാരം, ഇതാണ് ഹമാരെ പത്മ. നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ആര്യന്തർ. ഭൂമിയിൽ കൃഷിയിലൂടെ വലിയൊരു മാറ്റത്തിന്റെ കഥ എഴുതുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ് ഈ പരമ്പരയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നന്നായി ഭക്ഷണം കഴിക്കുകയും ഗംഭീരമായി വസ്ത്രം ധരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. അതായത് ഖാദി ഉടുക്കുകയും നാടൻ ധാന്യങ്ങൾ കഴിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം. എന്നാൽ ആധുനികതയുടെ പ്രഭയിൽ എവിടെയോ ഈ രണ്ട് കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. ദശകങ്ങൾ നീണ്ട ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഇന്ന് ലോകം വീണ്ടും ഇന്ത്യയുടെ നാടൻ ധാന്യയിനങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ വർഷം തനത് ചെറുധാന്യ വർഷമായി ആഘോഷിക്കപ്പെടുന്നു. ഈ ചെറുധാന്യങ്ങൾ മനുഷ്യരുടെ ദഹനവ്യവസ്ഥയ്ക്ക് മാത്രമല്ല, അവരുടെ ആരോഗ്യത്തിനും ഏറ്റവും ഇണങ്ങിയതാണ്. മാത്രമല്ല, അവയുടെ ഉൽപ്പാദനം മൂലം പ്രകൃതിക്കും വളരെ ചെറിയ തോതിലുള്ള കേടുപാടുകൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ലോകത്തിനു മുന്നിൽ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിച്ചതിനാണ് കർണാടകത്തിലെ ഡോക്ടർ ഖാദർ വല്ലിക്ക് പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി രാജ്യത്തെ ചെറുധാന്യങ്ങളുടെ പുനരുദ്ധാരണത്തിനായി പരിശ്രമിക്കുന്ന കർണാടകയിലെ മൈസൂരിലെ ഡോക്ടർ ഖാദർ വല്ലിക്ക് തന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചു. ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ വല്ലി വംശനാശ ഭീഷണി നേരിടുന്ന 5 ഇനം ചെറുധാന്യങ്ങളെ സംരക്ഷിക്കുകയും കർഷകരെ തനത് ചെറുധാന്യ ഇനങ്ങൾ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർ വല്ലി വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസം നേടുകയും അവിടെ തന്നെ ജോലിയിൽ തുടരുകയുമായിരുന്നു. എന്നാൽ പിന്നീട് ഭാരതത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ അദ്ദേഹം തന്റെ ഗവേഷണ വിഷയമാക്കുകയും അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മുടെ ആഹാരശീലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായി അദ്ദേഹത്തിന് കണ്ടെത്താനും കഴിഞ്ഞപ്പോൾ സ്വന്തം രാജ്യത്തിന് ശരിയായ ഭക്ഷണശീലമെന്ന ആരോഗ്യ മന്ത്രം നൽകണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണുണ്ടായത്. ನಮ್ಮ ಕೇಂದ್ರ ಸರ್ಕಾರ ನನಗೆ ಸಿರಿಧಾನ್ಯಗಳ ಕುರಿತು मैं केंद्र सरकार का आभार व्यक्त करता हूं। मुझे पद्मश्री से सम्मानित करने के लिए प्रधानमंत्री को धन्यवाद देता हूं। हमने बाजरा को श्रीधान्य के रूप में संदर्भित किया और अब केंद्र ने इसे वैज्ञानिक रूप से साबित कर दिया है कि यह स्वास्थ्य के लिए अच्छा है और बीमारियों को रोकने में मदद करता है। जब हम बाजरा को अपने दैनिक सेवन में शामिल करेंगे तो इससे किसानों को भी लाभ होगा। हमें गेहूं और अन्य अनाज के स्थान पर बाजरे पर जोर देना चाहिए, जो कि स्वास्थ्यवर्धक है। हमें श्रीधान्य का प्रचार करना चाहिए। हम पानी को संरक्षित कर सकते हैं और अन्य फसलों की खेती के लिए उपयोग कर सकते हैं, क्योंकि बाजरा कम पानी में उगाया जा सकता है और यह शुष्क क्षेत्रों में भी उगाया जा सकता है। इससे हम यह भी सुनिश्चित कर सकते हैं कि राज्यों के बीच नदी के पानी के बंटवारे को लेकर कोई विवाद न हो। बाजरा जीवन शैली से जुड़ी बीमारियों से पीड़ित लोगों के लिए स्वस्थ विकल्प के रूप में लोकप्रिय हो रहा है। चाहे वह मधुमेह, हृदय रोग हो या एलर्जी हो, इन स्वस्थ अनाजों के लाभों के बारे में जागरूकता से इसकी मांग बढ़ रही है। बाजरा रोग की रोकथाम और अच्छे स्वास्थ्य को बनाए रखने की दिशा में एक समाधान है। ಒತ್ತಡ ಕಮ್ಮಿ ಆಗೋದ್ರಲ್ಲಿ ಎರಡನೇ ಮಾತಿಲ್ಲ. അദ്ദേഹം തന്റെ 5 ധാന്യങ്ങൾക്ക് ശ്രീധാന്യ എന്ന് പേരിട്ടു. തനത് നാടൻ ധാന്യ ഇനങ്ങൾക്കായി ജംഗൽ അഗ്രികൾച്ചറൽ രീതിയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഗോതമ്പ്, അരി, പാൽ എന്നിവയ്ക്ക് പകരം തനത് നാടൻ ധാന്യ ഇനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഇന്ത്യക്കാരുടെ പരമ്പരാഗത ഭക്ഷണക്രമം പുനഃസ്ഥാപിക്കുന്നതിലൂടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. इस साल डॉक्टर वल्ली जी को भारत सरकार ने पद्म श्री दिया है। वो भी पद्म श्री उन्होंने मोटे अनाज को
किसानों में प्रोत्साहित किया कि किसान इसकी खेती करें। हाँ, आज देश को मोटे अनाज की बहुत बड़ी मांग है, खासतौर पर जो हमारे छोटे, लघु एवं सीमांत किसान हैं, ये उनकी आमदनी बढ़ाएगा, उनके जीवन में खुशहाली लाएगा। മനുഷ്യർക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ഭക്ഷ്യയോഗ്യമായ വിളയാണ് മില്ലറ്റ്. ആദ്യം ഇവ ഇന്ത്യയിൽ മാത്രമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇന്ന് ലോകമെമ്പാടും ഇവയുടെ നിരവധി ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. നഗരവൽക്കരണവും വ്യാവസായികവൽക്കരണവും നെല്ലിന്റെയും ഗോതമ്പിന്റെയും വൻതോതിലുള്ള കൃഷിയും ആരംഭിച്ചതോടെ ക്രമേണ തനത് ധാന്യവിളകളുടെ പ്രാധാന്യവും കൃഷിയും കുറഞ്ഞുവന്നു. തിനയ്ക്ക് കുറഞ്ഞ അളവിലുള്ള വെള്ളവും വളവും മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. കൂടാതെ അവ പോഷക സമ്പുഷ്ടവും വളരെയധികം ആരോഗ്യദായകവുമാണ്. അതായത് ലോകത്തിലെ ഭക്ഷ്യപ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തനത് ചെറുധാന്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. പത്മശ്രീ പുരസ്കാര ജേതാവായ ഡോക്ടർ ഖാദർ വല്ലിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ കയ്യിൽ കാണുന്ന ഉന്നത നിലവാരമുള്ള നെല്ലിനങ്ങൾ അവ ജനിതകമായി മെച്ചപ്പെടുത്തിയ ഇനങ്ങളാണ്. അതിനർത്ഥം തദ്ദേശീയ ഇനങ്ങളിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് ഇത്തരം നെല്ലിനങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിലാകട്ടെ ലോകത്തെവിടെയും ഇത്തരം നെല്ലിനങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ തനദിനം നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന പോരായ്മയും ഇതിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കുറച്ച് അന്നദാതാക്കളും മണ്ണിൻ്റെ മക്കളായ മനുഷ്യരും ഇത്തരം തനത് ധാന്യ ഇനങ്ങളുടെ സംരക്ഷണത്തിനായി ദശകങ്ങളായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ്. അത്തരത്തിലുള്ള ഒരു കർഷകനാണ് കേരളത്തിലെ ചെറുവയൽ രാമൻ. അദ്ദേഹം ഡസൻ കണക്കിന് നാടൻ നെല്ലിനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ട് സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളിൽ നെല്ലിന് വളരെ പ്രധാന സ്ഥാനമാണുള്ളത്. ജനിതകപരമായി മെച്ചപ്പെടുത്തിയ ഹൈബ്രിഡ് നെല്ലിനങ്ങളുടെ ഉപയോഗം നൂതന സാങ്കേതിക വിദ്യയിൽ ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിലും എന്നിരുന്നാലും ഇന്നും പ്രകൃതിദത്തവും ഗുണമേന്മയുള്ളതുമായ നാടൻ അരിയോട് കിടപിടിക്കാൻ ഇവയ്ക്കാവുന്നില്ല. കേരളത്തിലെ വയനാട് ജില്ലയിലെ കുറിച്യ സമുദായത്തിൽപ്പെട്ട 72-കാരനായ ചെറുവയൽ രാമൻ എന്ന നെൽകർഷകൻ ഏകദേശം 2 പതിറ്റാണ്ടായി നാടൻ നെല്ലിനങ്ങൾ സംരക്ഷിച്ചു വരുന്നു. 50ഓളം നാടൻ നെല്ലിനങ്ങളെ അദ്ദേഹം ഇത്തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. അവ വംശനാശ ഭീഷണി നേരിടുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. ഏകദേശം ഒരു 10-48 വർഷമായി രാസവളം കീടനാശിനിൻ്റെ പാടത്തും പറമ്പിലിടുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പാടത്തും പറമ്പിലും ഒട്ടനവധി ചെറു മത്സ്യങ്ങളും ഞണ്ടുകൾ, തവളകൾ, പാമ്പുകൾ ഒക്കെ എൻ്റെ പാടത്തുണ്ട്. വിത്തുകളൊക്കെ തന്നെ മറ്റ് കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ്റെ നാനാഭാഗങ്ങളിൽ സ്റ്റേറ്റുകളിൽ ഞാൻ വിതരണം നടത്താറുണ്ട്. അത് 1 കിലോ 1/2 കിലോ വെച്ച് കൊടുക്കും. അതിന് കാശൊന്നും വാങ്ങാറില്ല. അതവർ കൃഷി ചെയ്ത് തിരിച്ചു തരണം. തമിഴ്നാട്, കർണാടകം, അതുപോലെ തന്നെ ആന്ധ്ര, കേരളം. പഴശ്ശി രാജാവിൻ്റെ ഇടം കൈയായി പ്രവർത്തിച്ച തലക്കൽ ചന്തു ബ്രിട്ടീഷ് പടയെ അല്ലെങ്കിൽ ബ്രിട്ടീഷിനെ ഓടിക്കാൻ വേണ്ടി അമ്മാവൻ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അമ്മാവൻ ബ്രിട്ടീഷ് രാജ്യത്തെ നമ്മുടെ രാജ്യത്ത് സ്വന്തമാക്കാൻ ബ്രിട്ടീഷ് പടയെ നീക്കിയെങ്കിൽ അമ്മാവൻ്റെ ഒരു പിന്തുടർച്ച എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ലോകത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനതയെ എങ്ങനെ നമ്മുടെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും, വിഷത്തിൽ നിന്നും നല്ല മണ്ണിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ നിഗമനം, എൻ്റെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ലോകരാജ്യങ്ങളിലൊക്കെ എൻ്റെ സന്ദേശം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. എനിക്കെന്ന് മാത്രമല്ല, ഇന്ത്യൻ്റെ ഓരോ പൗരനും അഭിമാനിക്കാൻ ഇതിൻ്റെ അകത്ത് വകയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ധീരതയോടെ ഞാനിപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് കഷ്ടനഷ്ടം സഹിച്ചും മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നെൽവിത്തുകൾ എന്ന് പറഞ്ഞാൽ 55 തരം നെൽവിത്തുകൾ വയനാടിൻ്റെ തനിമ നെൽവിത്തുകളാണ്. പൈതൃക നെൽവിത്തുകൾ, പ്രകൃതി സൃഷ്ടികളാണ് ഇതൊക്കെ. അതേതാണ്ട് ഒരു 55ഓളം നെൽവിത്തുകൾ ഞാൻ കൃഷിയിൽ സംരക്ഷിക്കുന്നുണ്ട്. 10 വയസ്സ് മുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുവയൽ രാമൻ തികച്ചും പരമ്പരാഗതവും പരിസ്ഥിതി സൗഹൃദവുമായ രാസവളരഹിത നെൽകൃഷിയാണ് ചെയ്യുന്നത്.
അദ്ദേഹത്തിനാൽ സംരക്ഷിക്കപ്പെടുന്ന തദ്ദേശീയ നാടൻ നെല്ലിനങ്ങളിൽ ചെമ്പകം, ചെന്നെല്ല്, തൊണ്ടി, ചേറ്റുവെളിയൻ, പാൽവെളിയൻ, കനാലി, വയനാട് എന്നിവ വളരെ പ്രശസ്തമാണ്. ചെറുവയൽ രാമന് ഈ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ദേശീയ അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. केरला के एक किसान चेरुवेल जी को जो पद्मश्री के लिए चयनित हुए हैं, वे चावल की पुरानी किस्मों की खेती कर रहे हैं और साथ में प्राकृतिक रूप से इस खेती को कर रहे हैं। आप देख रहे हैं कि हमारे देश में रासायनिक का पूरा जोर है। जो खेती हो रही है उसमें रासायनिक का प्रयोग ज़्यादा हो रहा है, साथ में कीटनाशक दवाइयों का प्रयोग भी हो रहा है, जिससे हमारे खाद्यान्न में रसायन का अंश आ रहा है, जिससे लोग भी बीमार हो रहे हैं, क्योंकि जो उत्पादन है वो स्वास्थ्यवर्धक नहीं है। हमारे किसान चेरुवेल जी ने इसको सुधारा है, प्राकृतिक रूप से ये चावल की खेती की है, तो इसके लिए सरकार ने उनको पद्मश्री के लिए चयनित किया है। सरकार का बहुत बहुत धन्यवाद कि भारत के एक ऐसे किसान को आपने चयनित किया है। നെൽകൃഷി 1500-800 BC മുതലുള്ളതാണ്. യജുർവേദത്തിൽ നെൽകൃഷിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അരിയുടെ കയറ്റുമതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. തദ്ദേശീയമായ നാടൻ നെല്ലിനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചെറുവയൽ രാമൻ മഹത്തായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പത്മ പുരസ്കാരം നേടിയ നെൽകർഷകൻ ചെറുവയൽ രാമന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കാർഷിക രംഗത്തെ ഈ മാറ്റത്തിന്റെ കഥകൾ വളരെ ബൃഹത്തായ ഒരു മാറ്റത്തെയാണ് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ധാരാളം കഥകൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ ചുറ്റി സഞ്ചരിച്ചാൽ ഇത്തരത്തിൽ മണ്ണിൽ വലിയ മാറ്റം വരുത്തിയ എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താനാകും. ഇത്തരം കഥകളുടെ പരമ്പര തുടരുക തന്നെ ചെയ്യും. തൽക്കാലം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അധികം വൈകാതെ തിരികെ എത്താം ഹമാരെ പത്മ എന്ന പ്രത്യേക പരിപാടിയിലേക്ക്. ഞാനിപ്പോഴുള്ളത് പോളി ഹൗസിലാണ്. പോളി ഹൗസ് എന്നത് താപനില നിയന്ത്രിച്ച് വിളകളോ സസ്യയിനങ്ങളോ വളർത്തുന്ന സ്ഥലമാണ്. ലോകമെമ്പാടും പോളി ഹൗസിന്റെ ആവശ്യകത വളരെ വേഗത്തിൽ വർദ്ധിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ജൈവ കൃഷി രീതിയിൽ. ജൈവകൃഷിയിൽ താപനില വളരെയധികം നിയന്ത്രിക്കേണ്ടതുണ്ട്. ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ജൈവകൃഷി ചെയ്യുന്ന ഒരേയൊരു സംസ്ഥാനമാണ് സിക്കിം. രാസവള പ്രയോഗങ്ങളില്ല. ഇത് സിക്കിമിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ മുഴുവൻ അഭിമാനമാണ്. എന്നാൽ ഇത്തരം മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ആളുകളിൽ ഒരാൾ മാത്രമാണ് തുലാറാം ഉപ്രേതി. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമങ്ങൾക്ക് പത്മ പുരസ്കാരം നൽകി ആദരിക്കുന്നു. സിക്കിം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമാണ്. ഇന്ന് ജൈവകൃഷി സിക്കിമിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും സിക്കിമിലെ കർഷകർക്ക് അവകാശപ്പെട്ടതാണ്. സിക്കിമിൽ ജൈവകൃഷിക്കായി ജീവിതമൊഴിഞ്ഞുവെച്ച കർഷകരിൽ 98-കാരനായ തുലാംറാം ഉപ്രേതിയും ഉൾപ്പെടുന്നു. അദ്ദേഹം സ്വയം ജൈവകൃഷി ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ചെറുപ്പം മുതലേ കൃഷിയോട് വലിയ താൽപ്പര്യമുണ്ടായിരുന്ന ഒരു ചെറുകിട കർഷകൻ. തുടക്കം മുതലേ പരമ്പരാഗത കൃഷിയിൽ മാത്രം താൽപ്പര്യം കാണിച്ചിരുന്നതിനാൽ എപ്പോഴും ജൈവകൃഷിയായിരുന്നു ചെയ്തിരുന്നത്. നല്ല വിളവ് ലഭിക്കാനായി ഉപ്രേതി കൃഷിയിൽ നിരവധി പുതിയ പരീക്ഷണങ്ങൾ നടത്തി. ജൈവകൃഷിയോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രകൃതി കൃഷിയും സ്വീകരിച്ചു. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സിക്കിം സർക്കാർ തങ്ങളുടെ ജൈവ ദൗത്യം പോലും ആരംഭിച്ചിട്ടില്ലാത്ത കാലത്തെ ഇദ്ദേഹം തന്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. തുലാംറാം ഉപ്രേതി ജീവിതത്തിലുടനീളം പരമ്പരാഗത രീതികൾ മാത്രം പിന്തുടർന്നുകൊണ്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ വിജയശ്രീലാളിതനായ കർഷകനെന്ന നിലയിൽ സ്വയം തെളിയിച്ചു. मैंने कभी भी खेती में रसायन का प्रयोग नहीं किया है. हमेशा गाय भैंस का मल ही प्रयोग किया है. मैं रसायन का प्रयोग करने से दूसरों को भी मना करता हूँ. भारत सरकार ने मुझे जो सम्मान दिया है वो मेरे लिए बहुत बड़ा सम्मान है. मुझे लगता है कि यह सम्मान सिर्फ मेरा नहीं बल्कि इस जमीन का भी है.
देश में जितने भी किसानों को यह सम्मान मिला है, मैं सबके लिए बहुत खुश हूँ। मुझे पद्मश्री मिलने से सभी लोग बहुत खुश हैं। मैंने अपने बच्चों को भी हमेशा सिखाया है कि कभी भी रसायन का प्रयोग नहीं करना, हमेशा प्राकृतिक खाद प्रयोग करना, जिससे स्वास्थ्य सही रहेगा। തുലാം റാം ഉപ്രേതി തന്റെ ജൈവകൃഷി രീതികളിലൂടെ മറ്റ് കർഷകരെയും അതിലേക്ക് ആകർഷിച്ചു. പതുക്കെ അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിച്ചു തുടങ്ങി. നിരവധി കർഷകരെ ജൈവകൃഷിയുടെയും പ്രകൃതിദത്ത കൃഷിയുടെയും തന്ത്രങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. ഇന്ന് സിക്കിമിന്റെ കാർഷിക മേഖലയിൽ രാസവസ്തുക്കളുടെ ആശ്രിതത്വം അവസാനിപ്പിച്ചതും ജൈവകൃഷിയിൽ സിക്കിം സംസ്ഥാനം മുന്നിലെത്തിയതും തുലാം റാം ഉപ്രേതിയെപ്പോലുള്ള കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. तुलाराम उप्रेती जिन्होंने भारत की प्राचीन खेती प्रणाली को समझा और समझकर कार्य किया, खेती की। जिस तरह से भारत में हजारों वर्षों से प्राकृतिक खेती होती जा रही थी, उसको उन्होंने समझा और ऐसे दौर में जब रासायनिक खेती का जोर है, उन्होंने प्राचीन खेती को पकड़ा और प्राकृतिक खेती की। और ऐसा ही नहीं कि उसने खुद की, प्रदेश के दूसरे किसानों को भी उन्होंने सिखाया, शिक्षा दी, प्रैक्टिकल ज्ञान दिया और इसीलिए उनको भारत सरकार ने पद्मश्री के लिए चयनित किया। उनके प्रयास से ही सिक्किम एक ऐसा राज्य बना जो जैविक खेती के लिए प्रसिद्ध हुआ, प्राकृतिक खेती के लिए चुना गया और आज सिक्किम में केवल प्राकृतिक खेती हो रही है। रासायनिक खेती पर वहाँ पूर्ण प्रतिबंध सरकार ने लगा दिया है। ജൈവകൃഷി ലോകത്തിന് ഇന്ത്യയുടെ സംഭാവനയാണ്. ജൈവകൃഷിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ കാർഷിക പാരമ്പര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനമെന്ന് കാണാം. ഈ കാർഷിക പാരമ്പര്യങ്ങൾക്ക് 4000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇവിടത്തെ കർഷകർ 4 സഹസ്രാബ്ദങ്ങൾ നീണ്ട കാർഷിക പരിജ്ഞാനമുള്ള സമ്പൂർണ്ണ കർഷകരാണ്. മാറുന്ന കാലത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും തുലാം റാം ഉപ്രേതിയെപ്പോലുള്ള പരിചയസമ്പന്നരായ കർഷകർ ഈ അറിവുകൾ നഷ്ടമാകാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പത്മശ്രീ പുരസ്കാര ജേതാവായ ജൈവകൃഷിയുടെ പ്രചോദകൻ തുലാം റാം ഉപ്രേതിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആശുപത്രികളും ഡോക്ടർമാരുമുള്ള രാജ്യമെന്നാൽ അത് ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആളുകൾക്ക് ചികിത്സയ്ക്ക് ആശുപത്രികളും ഡോക്ടർമാരും ആവശ്യമില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, ഇത് ആ കാലത്തെക്കുറിച്ചാണ്. അന്ന് ഇന്ത്യയിൽ പരമ്പരാഗത ഔഷധങ്ങൾ തങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയും ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് സ്വയം ആരോഗ്യം നിലനിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കാലത്തിനനുസരിച്ച് എന്തു മാറിയാലും അത് എല്ലാവരുടെയും കൺമുന്നിലുണ്ടാകും. ഇന്നത്തെ ആവശ്യം പ്രകൃതിദത്തമായ ജ്ഞാനത്തിൻ്റെതാണ്. ഇത് മനുഷ്യരാശിയുടെ മുഴുവൻ ആവശ്യമാണ്. ഇത്തരത്തിൽ ഔഷധ സസ്യങ്ങളെ സംരക്ഷിച്ചതിനും അവയുടെ കൃഷി പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചതിനും ഒറീസയുടെ പതായത്ത് സാഹുവിന് പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ലളിതവും എന്നാൽ അസാധാരണവുമായ പ്രവർത്തനം. ഇത് ഒറീസയിലെ കാലാഹാണ്ടി ജില്ലയിലെ നാന്തോൾ ഗ്രാമത്തിലെ പതായത്ത് സാഹു. അദ്ദേഹം ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് 3000-ലധികം ഔഷധച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പതായത്ത് സാഹു തന്റെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയും വച്ചിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം ഈ ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം 500ഓളം ഇനം സസ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ കാലഹാണ്ടിയിലെ മറ്റ് വനങ്ങളിൽ നിന്നാണ് ശേഖരിച്ചത്. ഇതിൽ ദുർലഭമായ ഒരുപാട് സസ്യങ്ങളുണ്ട്. അവയെ സംരക്ഷിക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തിവരുന്നു. हमारे पूर्वज इस पारंपरिक प्रणाली का अभ्यास कर रहे थे. हमारे राजाओं ने इन तरीकों को संभाल के रखा था. आयुर्वेद ने मेरा ध्यान खींचा है. हमें विलुप्त होती किस्मों को बचाना होगा. आज अधिक से अधिक लोग आयुर्वेद पर भरोसा जता रहे हैं और इस पारंपरिक चिकित्सा पद्धति की ओर आकर्षित हो रहे हैं. जड़ी बूटियां हमारी रोग प्रतिरोधक क्षमता को बढ़ाकर हमारी स्वास्थ्य समस्याओं को ठीक करती हैं. हम विभिन्न जड़ी बूटियों के औषधीय गुणों का अध्ययन कर रहे हैं और हर काम का दस्तावेजीकरण भी कर रहे हैं. हम अध्ययन कर रहे हैं कि कौन सी जड़ी बूटी शरीर के लिए लाभदायक है और संग्रहण का उपयुक्त समय क्या है.
मैं पिछले 30 से 35 वर्षों से आयुर्वेद का अध्ययन कर रहा हूँ। हमने अब तक 2000 से 2500 जड़ी बूटियों की किस्में एकत्रित की हैं। पहाड़ियों से पाताल गरुड़, बाई बिदांगा, वन बाजार, वन मूला, लोधरा, काली हल्दी आदि जड़ी बूटियां एकत्रित की गई हैं। ये लगभग विलुप्त हो चुकी हैं। हम इन किस्मों को आने वाली पीढ़ियों के लिए संरक्षित रखने की कोशिश कर रहे हैं। हम कलामी हाइब्रिड भी कर रहे हैं। इससे हमें आने वाली पीढ़ियों के लिए विलुप्त हो रही किस्मों को संरक्षित करने में मदद मिलेगी। പതായത് പരമ്പരാഗത വൈദ്യശാസ്ത്ര വിധി പ്രകാരം ഈ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ആളുകളെ സൗജന്യമായി ചികിത്സിക്കുന്നു. രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയാണ് ഈ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നത്. ആയുർവേദത്തിൽ പരാമർശിക്കുന്ന എല്ലാ ദശമൂല ഇനങ്ങളും സാഹുവിന്റെ പക്കലുണ്ട്. 700ഓളം വൈദ്യന്മാരുടെ സംഘടനയായ അശ്വിനി കുമാർ കാലഹാണ്ടി സംഘത്തോടൊപ്പം കാലഹാണ്ടി വനങ്ങളിൽ അപൂർവ ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനാണ്. ഔഷധ സസ്യങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ലഭ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാനും ശ്രമിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ഒരു ഹെർബൽ റിസർച്ച് സെന്റർ സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്നു. पताये साहू जी जो कि उड़ीसा से हैं, पहले उनको शुभकामनाएं देता हूं कि भारत सरकार ने उनको उनके कार्य के लिए पद्मश्री से उनको नवाजा है। जिस प्रकार का कार्य वो कर रहे हैं जड़ी बूटियों को उगाने का, और उस जड़ी बूटियों के माध्यम से वो लोगों की वहाँ चिकित्सा कर रहे हैं, क्योंकि जड़ी बूटियों का उनको ज्ञान है कि कौन कौन सी जड़ी बूटी किस रोग में काम आती है। किसानों को वो ज़्यादा से ज़्यादा बताएं, उससे किसानों की इनकम जो है ना कि दोगुनी होगी लेकिन 5-6 गुना बढ़ जाएगी, और वो अच्छी जड़ी बूटियाँ ना कि उड़ीसा में पूरे देश में लोगों को मिले, जिससे आयुर्वेद की औषधियाँ बहुत अच्छी किस्म की औषधियाँ बनेंगी। वैद्य समाज को, इंडस्ट्री को बहुत फायदा होगा। ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുരാതനമായ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലൊന്നായാണ് ആയുർവേദം കണക്കാക്കപ്പെടുന്നത്. ആയുർവേദത്തിന്റെ ഉത്ഭവം വേദകാലഘട്ടത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഥർവവേദത്തിലും ഋഗ്വേദത്തിലും രോഗങ്ങളെക്കുറിച്ചും ഔഷധ സസ്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ചരക സംഹിതയും സുശ്രുത സംഹിതയും ആയുർവേദത്തിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ ഔഷധ സസ്യ കർഷകനായ പതായത് സാഹുവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ലോകം ഇന്ന് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാന കാരണം മനുഷ്യർ പ്രകൃതി വിഭവങ്ങൾ യാതൊരു ഔചിത്യവുമില്ലാതെ ചൂഷണം ചെയ്തതാണ്. അതുമൂലം ജലം പോലുള്ള പ്രകൃതി വിഭവങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കി വരുന്ന കാർഷിക പദ്ധതികൾക്കായി ധാരാളം ജലം ഉപയോഗിക്കുന്നു. ഭൂമിയുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നു. എന്നാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പ്രകൃതിദത്തമായ കൃഷിയുടെ രൂപത്തിൽ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇത്തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എത്രയോ പേർ ഇന്ത്യയുടെ ഓരോ കോണിലുമുണ്ട്. അത്തരത്തിൽ ഭൂമിയുമായി ബന്ധമുള്ള ഒരാളാണ് ഹിമാചൽ പ്രദേശിലെ നേക്രാം ശർമ്മ. പ്രകൃതി കൃഷിയുടെ പേരിലാണ് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പഠിക്കുക എന്നതല്ല പ്രധാനം, ഗുണവാനായിരിക്കുക എന്നതാണ്. ഈ തദ്ദേശീയമായ പഴഞ്ചൊല്ല് ഹിമാചൽ പ്രദേശ് കർഷകനായ നേക്രാം ശർമ്മയുടെ കാര്യത്തിൽ 100% ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രകൃതി കൃഷിയിലൂടെയും 9 വ്യത്യസ്ത ധാന്യങ്ങളുടെ പരമ്പരാഗത കൃഷി സമ്പ്രദായം പുനരുജ്ജീവിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ഹിമാചൽ പ്രദേശിലും രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും വലിയ മാറ്റത്തിന്റെ കഥയെഴുതി. 9 ധാന്യങ്ങൾ അടങ്ങുന്ന ഒരു പ്രകൃതിദത്ത ഇടവിള കൃഷിരീതിയാണിത്. അതനുസരിച്ച് ഒരേ സ്ഥലത്ത് രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ 9 വ്യത്യസ്ത ഭക്ഷ്യധാന്യങ്ങൾ വിളയിക്കുന്നു. ഇതുമൂലം ജലത്തിന്റെ ഉപയോഗത്തിൽ 50% കുറവ് വരുത്താനും സാധിക്കും എന്ന് മാത്രമല്ല, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഈ സമ്പ്രദായം സ്വീകരിക്കാൻ മറ്റ് കർഷകരെയും അദ്ദേഹം പ്രേരിപ്പിച്ചു. പ്രാദേശിക നാടൻ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് 6 സംസ്ഥാനങ്ങളിലായി 10,000-ലധികം കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടാണ് നേക്രാം ശർമ്മ പരമ്പരാഗത കൃഷിക്ക് ശക്തി പകർന്നത്. 1990 के बाद मेरे फिर से जो हमारा प्राकृतिक खेती है उस तरफ मेरा ध्यान गया, क्योंकि मैंने ये देखा 6, 7, 8 सालों में कि जितना मेरा शुरू में प्रोग्रेस थी खेती बाड़ी में,
तो केमिकल फार्मिंग करते करते वो धीरे धीरे कम होना शुरू हो रहा था। तो उसी बीच में काफ़ी सारा कुछ यूनिवर्सिटी में मैंने कुछ ट्रेनिंग लिया था, तो उसके चलते मुझे आभास हुआ कि हम लोग प्राकृतिक खेती कर सकते हैं। हमारे जो पूर्वज हैं उन्होंने तो यही प्राकृतिक खेती करी है, क्योंकि खेती का मतलब ये नहीं है कि हम उसका ओवर एक्सप्लॉयटेशन कर ले। आज के समय में तो उसका अत्यधिक दोहन होता जा रहा है, और ये जो मिट्टी है हमारी, जिसको हम लोग धरती माँ बोलते हैं, वो माँ आज करा रही है, उसमें अंधाधुंध जो है हमारा पेस्टिसाइड यूज़ हो रहा है, केमिकल यूज़ हो रहा है। तो जो हमें मिट्टी को अगर मार देंगे तो शायद मुझे लगता है कि एक समय आएगा कि हम लोग कुछ भी पैदा नहीं कर पाएंगे। इसलिए प्राकृतिक खेती करना मिट्टी बचाने के लिए ज़रूरी है, पर्यावरण बचाने के लिए ज़रूरी है, हमारा सेहत बचाने के लिए ज़रूरी है। പ്രകൃതി കൃഷിയുടെ യാത്ര നേക്രാം ശർമ്മയ്ക്കും അത്ര എളുപ്പമായിരുന്നില്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് 1993 അദ്ദേഹം രാസവിമുക്തമായ പ്രകൃതിദത്ത കൃഷിരീതി ആരംഭിച്ചു. പ്രാരംഭഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നെങ്കിലും ഒരിക്കലും ധൈര്യം കൈവെടിഞ്ഞില്ല. പതിയെ നേക്രാം ശർമ്മ മറ്റ് കർഷകരെയും കൂടെ കൂട്ടാൻ തുടങ്ങി. 9 ധാന്യങ്ങളുടെ പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് ലഭിച്ച ഗുണഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നേക്രാം ശർമ്മയുടെ പ്രകൃതിദത്ത കൃഷിരീതി ഹിമാചൽ പ്രദേശിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കാനുള്ള പ്രേരണയായി. नेकराम शर्मा जी ने जो अच्छा कार्य किया है, 9 फसलों को एक साथ उगाकर एक दूसरे की सहचरी फसलें, मतलब एक दूसरे को जो सहायक फसलें हैं वे उगाते हैं, और ऐसा प्रचार प्रसार उन्होंने किया कि पूरे अपने प्रांत के किसानों को उन्होंने बीज दिए और साथ में ये सिखाया, और इसी काम के लिए भारत सरकार ने इनको पद्मश्री के लिए चयनित किया है। भारत सरकार को बहुत बहुत धन्यवाद भारत सरकार का। 30 വർഷത്തെ കഠിനാധ്വാനം കണക്കിലെടുത്ത് പത്മശ്രീ പുരസ്കാരം നൽകി സർക്കാർ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അറിവും അനുഭവ സമ്പത്തും സതുദ്ദേശത്തോടെ നടത്തിയ പരിശ്രമങ്ങളും ഇന്ന് രാജ്യത്തുടനീളം അദ്ദേഹത്തിന് വ്യത്യസ്തമായൊരു മുഖം നൽകി. പത്മശ്രീ പുരസ്കാര നേട്ടം കൈവരിച്ച നവധാന്യങ്ങളുടെ നായകൻ നേക്രാം ശർമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കൃഷിയെ സംബന്ധിച്ച ഇന്ത്യയുടെ പുരാതനമായ പരമ്പരാഗത ചിന്തകൾ എപ്പോഴും കൃത്യവും ഉചിതവുമായിരുന്നു. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും നിങ്ങൾ കണ്ടു. ശാസ്ത്രത്തിന്റെ ഉരകലിൽ ഈ ചിന്തകൾ എങ്ങനെ വിജയം കൈവരിച്ചു എന്നത് കാലത്തിന്റെ തുലാസിൽ തൂക്കി നോക്കപ്പെട്ടിരുന്നു. എന്നാൽ കൃഷിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എല്ലായ്പ്പോഴും ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മണ്ണിൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ പത്മ പുരസ്കാര ജേതാക്കളുടെ കഥകളോടൊപ്പം ഇന്നത്തെ ലക്കം സമ്പന്നമാകുന്നു. എന്നാൽ ഹമാരെ പത്മയുടെ ഈ പരമ്പര ഇനിയും തുടരും. ഇന്ന് ഞാനും എൻ്റെ ടീമും വിടവാങ്ങുന്നു. നമസ്കാരം.